ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുമെന്ന് ഭാരതത്തിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 2024 ബംഗ്ലാദേശിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം ആസൂത്രിത ഗൂഢാലോചനയെന്നും 1971 രൂപീകരിച്ചതല്ല ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്നും ഭാരതത്തിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുന്നു. ആ വാക്കുകളിലേക്ക്. It was not a peaceful student movement. From the beginning, my government tried to resolve the issue peacefully through dialogue, legal process, and patience. But behind the language of reform, organized groups were working to turn students' demand into violent political instrument. Muhammad Yunus himself said this was a meticulously designed movement led by a mastermind. His own words exposed the truth. It was not simply a spontaneous student protest. There was no visible or responsible leadership. Instructions were given invisibly. It was organized, directed, and used to create a path to power outside the ballot box. യെസ്, ഈ വാർത്തയുടെ വിശദാംശമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം അവിടെ നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ്. 2024 ബംഗ്ലാദേശിൽ നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം. അത് ആസൂത്രിത ഗൂഢാലോചനയായിരുന്നു. തന്നെ ഭരണത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നതിനുള്ള ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് തുറന്നു പറയുകയാണ് ഷെയ്ഖ് ഹസീന. അത് മാത്രമല്ല, താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകും എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും ഷെയ്ഖ് ഹസീന നേരത്തെ തന്നെ അവർ തിരിച്ചു പോകുന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അതായത് തിരിച്ചു പോകുന്നത് ഡിസംബറോടുകൂടി തിരിച്ചു പോകുമെന്ന സൂചനകൾ, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതവർ വീണ്ടും ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. മറ്റൊരു നിർണായക ഘടകം, അവരുടെ മകൻ നന്ദി പറയുകയും ചെയ്തു. വളരെയധികം നന്ദിയുള്ളവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾക്കും അപ്പുറമാണ് ഏറെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ അവിടെ പരാമർശിക്കപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ കേട്ടതിൽ അവസാനമായി കേട്ടത്, അതായത് ബാലറ്റ് പെട്ടി പുറത്തുള്ള ഒരു അധികാര കേന്ദ്രത്തെ സൃഷ്ടിക്കാനുള്ളൊരു നീക്കമായിരുന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടെ നടന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നു. അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. അതിന് പിന്നിൽ കൃത്യമായ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുണ്ടായ, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനപരമായ രീതിയിലുള്ളൊരു സാഹചര്യത്തെ തുടർന്നുണ്ടായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല. അത് കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. ആസൂത്രണം ചെയ്ത് ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ നീക്കങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മുഹമ്മദ് യൂനുസ് തന്നെ അത് സംബന്ധിച്ചതായും അവർ വളരെ കൃത്യമായി തന്നെ ഇന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലെ വിദേശ കറസ്പോണ്ടന്റുമാരുടെ, അതായത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന വിദേശ കറസ്പോണ്ടന്റുമാരുടെ ഒരു യോഗത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിലേക്ക്, മീഡിയ ഇൻട്രാക്ഷൻ പരിപാടിയിൽ അവർ നേരിട്ടെത്തിയില്ല. ടെലിഫോണിലൂടെയാണ് അവർ സംസാരിക്കുകയും ചെയ്തത്. തീർച്ചയായും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൃത്യമായ ഒരു ആസൂത്രണം നടന്ന ഒരു ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടന്നത്. ആ ബംഗ്ലാദേശിൽ നടന്ന ആക്രമണം ഒരു ആക്രമണങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലാപത്തിലൂടെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അത് കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല എന്ന് അന്ന് സ്ഥാനഭൃഷ്ടയാക്കപ്പെട്ട, അതായത് 2024 സ്ഥാനഭൃഷ്ടയാക്കപ്പെട്ട ഷെയ്ഖ് ഹസീന തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ബംഗ്ലാദേശിലെ അവസ്ഥ വളരെ ദുഃഖകരമാണ്. 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ ആ രൂപീകരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും നേരെ തിരിച്ചാണ് ആ രാജ്യം സഞ്ചരിക്കുന്നത്. 30 ലക്ഷം പേർ ജീവത്യാഗം ചെയ്ത ത്യാഗമനോനിർഭരമായ സമരങ്ങളുടെ ഒരു റിസൾട്ടായ ആ രാജ്യം ഇന്ന് ആ ഉദ്ദേശിച്ച രാജ്യമായി അല്ല നിലനിൽക്കുന്നതെന്ന് കൃത്യമായി തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. വിനോദ്. അതെ, വ്യക്തമാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഭാരതത്തിലാണ് കഴിയുന്നത്. അവിടെ നടന്ന പ്രക്ഷോഭം വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നു. 1971 രൂപീകരിച്ചതല്ല ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്നും ഷെയ്ഖ് ഹസീന പറയുകയാണ്. ഡിസംബറിൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങും എന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ മകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക നന്ദിയും അറിയിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.